കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. Hi all, this is Mishal Nasreen, ലേൺവൈസിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഫാക്കൽറ്റി കം മെന്റർ ആണ്. ഇന്ന് നമ്മൾ ഇഗ്നോ ഫോക്കസ് 2.0 ഭാഗമായി ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MA ഇംഗ്ലീഷിന്റെ MEG 01 ഫസ്റ്റ് പേപ്പർ ആയ ബ്രിട്ടീഷ് പോയട്രി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിട്ടീഷ് പോയട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസും ദെൻ വെയിറ്റേജ് അനാലിസിസ്, അതേപോലെ തന്നെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറോട് കൂടിയാണ് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്നുണ്ടാവുക. സോ എല്ലാവരും സെഷൻ ആദ്യം തൊട്ട് അവസാനം വരെ മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക, നോട്ട്സ് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, സോ മൂവിങ് ഓൺ. അപ്പൊ ഫസ്റ്റ് ജനറൽ അനാലിസിസ് ആണ്, അതായത് ജനറലി നമുക്ക് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ജനറൽ അനാലിസിസിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ്. അതായത് നമുക്കിപ്പോ ഒരു പർട്ടിക്കുലർ പോയട്രിയുടെ ലൈൻസ് തന്നിട്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡ്രാമയിലെ ഡയലോഗ്സ് അല്ലെങ്കിൽ നോവലിലെ ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് തന്നിട്ട് അതിനെ കോമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇത് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നത് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ആൻഡ് അനാലിസിസ്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് എന്നുള്ളത്. ഇത് ഒരു പോയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോവലിനെ അല്ലെങ്കിൽ ഒരു ഡ്രാമയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള നമുക്ക് 10 ബ്ലോക്സ് ആണ് ഈ ഒരു ബ്രിട്ടീഷ് പോയട്രിയിൽ വരുന്നത്. അപ്പം ഓരോ ബ്ലോക്കും നമ്മൾ ഡീൽ ചെയ്യുന്ന വർക്ക്സിന് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള അപ്രീസിയേഷൻ അല്ലെങ്കിൽ അനാലിസിസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്ത് ഒരു പോയത്തിനെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആൻസർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പോയത്തിന്റെ ഓത്തറിനെ, അതിന്റെ സ്പെഷ്യാലിറ്റീസിനെ, റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ട് അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ചസ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന് ആൻസർ ചെയ്യാനായിട്ട്. സോ നെക്സ്റ്റ് വരുന്നത് തിമാറ്റിക് ഡിസ്കഷൻസ് ആണ്. തിമാറ്റിക് ഡിസ്കഷൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒരു പർട്ടിക്കുലർ തീം തന്നിട്ട്, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റാഫിസിക്കൽ പോയട്രി തന്നിട്ട് അതിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയും. അല്ലെങ്കിൽ നമ്മൾ മെറ്റാഫിസിക്കൽ പോയട്രിനോട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പോയം ഏതാണോ ആ പോയത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ആൻസർ ചെയ്യാനുണ്ടാവുക. ദെൻ അനദർ എക്സാമ്പിൾ ആണ് മോക്ക് ഹീറോയിക് എലമെന്റ്സ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വർക്ക് തന്നിട്ട് അതിൽ മോക്ക് ഹീറോയിക് എലമെന്റ്സിനെ ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് എഴുതാൻ, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുക. അതിന് മെയിൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്യൂരിറ്റണിസം ആൻഡ് റൊമാൻറ്റിസിസം ആണ്. നെക്സ്റ്റ് വരുന്നത് കമ്പാരറ്റീവ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് അനാലിസിസ്. ഇതിനകത്ത് നമുക്ക് ചോദിക്കുന്നത് രണ്ട് പോയട്രി തന്നിട്ട് അതിനെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് മോസ്റ്റ് പ്രോബ്ലി ഇതിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. അല്ലെങ്കിൽ ഒരു ലിറ്റററി മൂവ്മെന്റിനെ തന്നിട്ട് ആ ഒരു ലിറ്റററി മൂവ്മെന്റിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ വർക്കിൽ വരുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ദെൻ സ്പെസിഫിക് പോയിന്റ്സ് തന്നിട്ട് അതിനെ കമ്പയർ ചെയ്യുന്ന രീതിയിൽ, അപ്പം സിമിലാരിറ്റീസ് ആവാം, ഡിഫറൻസും ആവാം. ഓക്കെ, സോ അത്തരത്തിലുള്ള ഒരു കമ്പാരറ്റീവ് ആൻസേഴ്സ് ആയിരിക്കും നമ്മൾ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റിൽ ചെയ്യേണ്ട വരാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് വൺ വരുന്നത് കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് ആണ്. അതായത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാം ക്വസ്റ്റ്യൻസും
ഓൾമോസ്റ്റ് എല്ലാ പോയട്രിയിലും വരുന്ന പോയട്രീനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ലൈക്ക് ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ചോസറിന്റെ പോയട്രി നമുക്ക് പഠിക്കാനുണ്ട്, മെൽട്ടന്റെ പോയട്രി ഉണ്ട്, ഈറ്റ്സ്, ടി.എസ്. എലിയറ്റ്, അങ്ങനെ എല്ലാം ഇപ്പം മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് മാക് ഫ്ലിക്നോ, അതേപോലെ വെയ്സ്ലാൻഡ് ആൻഡ് ലിസിഡസ് ആണ്. So keep more focus on that. Then literary movements and historical context. ലിറ്റററി മൂവ്മെന്റ്സും ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. നമ്മൾ ലിറ്ററേച്ചർ റിലേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ വർക്ക്സിനെയും ഓരോരോ പർട്ടിക്കുലർ ഏജസിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിറ്റററി മൂവ്മെന്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് അല്ലെ. യൂണിറ്റ് ഫസ്റ്റിൽ നമ്മൾക്ക് ആ ഒരു പർട്ടിക്കുലർ വർക്ക് ഏത് ലിറ്റററി മൂവ്മെന്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ ലിറ്റററി മൂവ്മെന്റ് ഏതാന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾക്കിപ്പം അതിനെ കുറിച്ചൊരു ആ ഒരു പർട്ടിക്കുലർ പോയട്രിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലിറ്റററി മൂവ്മെന്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്താന്നുള്ളത് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ അതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റാഫിസിക്കൽ പോയറ്റ്സ്, അതുപോലെ തന്നെ റൊമാൻറ്റിക് പീരിയഡ്, നിയോ ക്ലാസിക്കൽ പോയറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഓരോ പോയട്രീനെയും റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ലിറ്റററി മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, ആൻഡ് പോയറ്റിക് ഫോംസ് ആൻഡ് ടെക്നിക്സ്. പോയറ്റിക് ഫോംസ് ആൻഡ് ടെക്നിക്സ് നമ്മളിപ്പോ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിലും അനാലിസിസ് എഴുതുകയാണെന്നുണ്ടെങ്കിലും അതിനകത്ത് കൂടുതൽ മെൻഷൻ ചെയ്യേണ്ടത് ഈ ഒരു പോയറ്റിക് ഫോംസും ടെക്നിക്സ്, റൈറ്റിംഗ് ടെക്നിക്സ്, അതേപോലെ വേഴ്സിഫിക്കേഷൻ എങ്ങനെയാണ്, റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, പോയട്രി സോണറ്റ് ആണോ അതോ നോർമൽ പോയട്രി ആണോ, ട്യൂഡർ പോയട്രി ആണോ, മെറ്റാഫിസിക്കൽ പോയട്രി ആണോ, അങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസും ടെക്നിക്സ്, റൈറ്റിംഗ് ടെക്നിക്സും ലാംഗ്വേജും പിന്നെ ഫിഗർ ഓഫ് സ്പീച്ചസ്, ഇമേജറി, ഇങ്ങനെയുള്ള പോയട്രിയിലെ എല്ലാ ഘടകങ്ങളെയും നമ്മൾ മെൻഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം അപ്രീസിയേഷന് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസിന് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും റെഫർ ചെയ്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി വരുന്ന അനാലിസിസ് എന്ന് പറയുന്നത്. റിപ്പറ്റീഷൻ ഓഫ് തീംസ്, അതായത് സെർട്ടീൻ തീംസ്, അതായത് സെർട്ടീൻ പോയിന്റ്സ് അല്ലെങ്കിൽ അതിനെ അതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള തീംസ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടെത്തുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും. അതായത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ തീം അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ പോയം ആ ഒരു കരിക്കുലത്തിന്റെ സെൻട്രൽ ഐഡിയ ആണ്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണെന്നുള്ളതാണ്. അതിന് ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ പോയട്രിയും അതേപോലെ റൊമാൻറ്റിസിസും ആണ്. ഫോക്കസ് ഓൺ അനാലിസിസ് ഓവർ മെമ്മറൈസേഷൻ, അതായത് നമ്മൾ ക്രിട്ടിക്കലി നമുക്ക് എന്തൊരു കാര്യത്തിനെ സ്റ്റേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും എസ് എ മോഡൽ നമുക്ക് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിലും വി നീഡ് ടു ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയം ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോയത്തിന്റെ ടെക്സ്റ്റ്, ഒറിജിനൽ ടെക്സ്റ്റ്, ആ ഒരു പോയം നമ്മൾ വായിച്ചിട്ടുണ്ടാവണം. ആ ഒരു പോയത്തിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതും പോയത്തിന്റെ ലൈൻസ് എന്താണെന്നുള്ളതും നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. സോ യു നീഡ് ടു റീഡ് ഓൾ ത്രൂ ദ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഓൾ. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ആ ഫാക്ട്സും അതേപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് റികളക്ട് ചെയ്തിട്ട് നമ്മുടെ ആൻസറിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ദ നെക്സ്റ്റ്, ഡൈവേഴ്സ് റേഞ്ച് ഓഫ് പോയട്രി. ഡൈവേഴ്സ് റേഞ്ച് ഓഫ് പോയട്രി നമ്മൾ എല്ലാവർക്കും അറിയാലോ, ഒരു ബ്രോഡ് ക്രോണോളജിക്കൽ സ്പാൻ ആൻഡ് വെറൈറ്റി ഓഫ് സ്റ്റൈൽസ് ആണ് നമ്മൾ പോയട്രി ഭാഗത്ത് പഠിക്കുന്നത്. ഈ ബ്രിട്ടീഷ് പോയട്രി എന്നുള്ള സബ്ജക്ട് തന്നെ ഡീൽ ചെയ്യുന്നത് ഹോൾ ടോട്ടൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലെ പോയട്രി ജേണറിനെയാണ്. സോ അതിൽ നമുക്ക് ഫ്രം മിഡീവൽ ടു മോഡേണിസ്റ്റ് പോയട്രി വരേക്കുമുള്ള പോയംസ് നമുക്ക് പഠിക്കാനുണ്ട്, ഓത്തേഴ്സിനെ നമുക്ക് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ അവരെയൊക്കെ റിലേറ്റ് ചെയ്യുന്ന കാലഘട്ടങ്ങളെയും നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ ഒരു അനാലിസിസ് റിവീൽ ചെയ്യുന്നത് എക്സാം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എപ്പോഴും വെൽ അലൈൻഡ് ആണ്. അതായത് നിങ്ങളുടെ സിലബസിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സിലബസിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും സിലബസിനെ കുറിച്ചിട്ട്, ഓൾ ടോട്ടൽ സിലബസിനെ കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ട് ഐഡിയയും നിങ്ങൾക്ക് സിലബസിനെ കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ വി ക്യാൻ സ്കോർ ദ മാർക്ക്. ഓക്കെ,
സോ നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിൽ നമുക്ക് അറിയാം, നമുക്ക് 10 ബ്ലോക്സ് ആണുള്ളത്. അപ്പൊ ഈ ഒരു 10 ബ്ലോക്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് ബ്ലോക്കിനൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ്. എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് എന്ന് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ ഒരു പൈ ചാർട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാം അല്ലെ. ബ്രിട്ടീഷ് പോയട്രി എന്നുള്ള സബ്ജക്റ്റിൽ നിന്നും ബ്ലോക്ക് 6-4 ബ്ലോക്ക് 6 ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള, ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പം ബ്ലോക്ക് 6 കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അത് കൂടുതൽ ആഴത്തിൽ തന്നെ ബ്ലോക്ക് 6 നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ ബ്ലോക്ക് 4ലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 4 ആണ്, മിൽട്ടന്റെ സ്റ്റഡീസ് ആണ്. ബ്ലോക്ക് 6 നമ്മൾ റൊമാൻറ്റിക് പോയറ്റ്സും പോയട്രിയും ആണ് പഠിക്കുന്നത്. ദെൻ ബ്ലോക്ക് 4 നമ്മൾ മിൽട്ടന്റെ പോയട്രി ആണ് പഠിക്കുന്നത്. അപ്പം ഇതും റിലേറ്റീവ്ലി നമുക്ക് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് മിൽട്ടന്റെ പോയട്രി. ദെൻ നെക്സ്റ്റ് വരുന്ന ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 1, 2, 3, 8 ആൻഡ് 9 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണെന്നുണ്ടെങ്കിലും എന്താണ് നമുക്ക് മോർ ഫോക്കസ് കൊടുക്കേണ്ടത് 6ഉം 4ഉം ബ്ലോക്കിലേക്കാണ്. ആൻഡ് ദെൻ 1, 2, 3, 8 ആൻഡ് 9 ബ്ലോക്സ് ആണ് നിങ്ങൾ പിന്നീട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു അനാലിസിസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൊമാൻറ്റിക് പോയറ്റ്സും അതേപോലെ തന്നെ മിൽട്ടണും ആണ് മെയിൻ ഫോക്കസ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് റൊമാൻറ്റിക് പോയട്രിയും അതേപോലെ തന്നെ മിൽട്ടൺസ് പോയട്രിയും ആണ്. സോ അത് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതിന്റെ പോയട്രികളും അതേപോലെ തന്നെ പോയറ്റ്സിനെ കുറിച്ചിട്ടും ദെൻ ആ ഒരു പർട്ടിക്കുലർ ഏജിലെ ലിറ്റററി മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, so next is unit wise weightage analysis. Unit wise weightage analysis നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണോ ചോദിച്ച് കണ്ടിട്ടുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു വെയിറ്റേജ് അനാലിസിസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് 19 മിൽട്ടൺസ് ലെസർ പോയംസ് ആൻഡ് പ്രോസ്, ആ ഒരു ഭാഗത്തിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 20 മിൽട്ടൺസ് മേജർ പോയംസ് ലൈക്ക് ലിസിഡസ്, അതിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 24 ജോൺ ഡ്രൈഡന്റെ മാക് ഫ്ലെക്നോ, അതിനകത്ത് നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 30 കോളറിഡ്സ് കുബ്ല ഖാൻ ആൻഡ് ഡിജക്ഷൻ, അതിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 25 പോപ്സ് ആൻഡ് എപ്പിസ്റ്റൽ ടു ഡോക്ടർ ആബത്നട്ട്, അതിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 26 നിന്ന് വന്നിട്ടുള്ളത് പോപ്സ് ദ റേപ്പ് ഓഫ് ദി ലോക്ക് ആൻഡ് ദി അതർ വർക്ക്സ്, 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 29 വേർഡ്സ്വർത്തിന്റെ ദ പ്രില്യൂഡ്, അതിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു വന്നിട്ടുള്ളത് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ യൂണിറ്റ് 13 ജോൺ ഡണ്ണിന്റെ thematic and technical innovations, അതിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 21 മിൽട്ടൺസ് എൽ അലിഗ്രോ ആൻഡ് എൽ പെൻസറോസോ, 1 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 28 വില്യം ബ്ലെയ്ക്സ് മേജർ പോൺസ്, അതിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 27 റൊമാൻറ്റിസിസം ആൻഡ് ഇറ്റ്സ് പോയറ്റ്സ് ലൈക്ക് ബൈറൺ ആൻഡ് ഷെല്ലി, 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 5 ചോസേഴ്സ് ജനറൽ പ്രൊലോഗ് ടു ദ കാന്റർബറി ടെയിൽസ്, 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 14 ഫർദർ എക്സ്പ്ലോറേഷൻസ് ഇൻ ടു ഡോൺസ് പോൺസ് ഓഫ് ലവ് ആൻഡ് ഫെയ്ത്ത്, അതിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 35 റൊമാൻറ്റിക് ഏജ് റിവ്യൂ, 1 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ യൂണിറ്റ് 9 സ്പെൻസേഴ്സ് ലൈഫ് ആൻഡ് വർക്ക്സ്, 1 ക്വസ്റ്റ്യൻ. ദെൻ യൂണിറ്റ് 18 മിൽട്ടൺസ് ലൈഫ് ആൻഡ് വർക്ക്സ്, 1 ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ യൂണിറ്റ് 70 ലേറ്റ് Renaissance including Milton's influence, 2 ക്വസ്റ്റ്യൻസ്. ദെൻ യൂണിറ്റ് 36 എക്സാമിനിങ് ദ വിക്ടോറിയൻ ഏജ് including ഡിസ്കഷൻസ് ഓൺ ചർച്ച് ആൻഡ് റിലീജിയൻ, 2 ക്വസ്റ്റ്യൻസ്. അപ്പം ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള അനാലിസിസ്. അപ്പൊ ഇത് ഈ ഒരു അനാലിസിസ് യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കിയാലും ബ്ലോക്ക് വൈസ് അനാലിസിസ് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റൊമാൻറ്റിക് പോയട്രീനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തിനെ കുറിച്ചിട്ടും മിൽട്ടൺസ് പോയട്രീനെ കുറിച്ചിട്ടുമാണ് നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സോ ഫോക്കസ് ഓൺ ദാറ്റ് 2 ബ്ലോക്സ്. പിന്നെ ബാക്കിയുള്ളതും നോക്കണ്ടെന്നല്ല, പക്ഷെ ലിസ്റ്റ് പ്രിഫറൻസ്
ഹയസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ഒരു മിൽട്ടൺസ് പോയട്രിയും അതേപോലെ തന്നെ റൊമാൻറ്റിക് പോയട്രിയുമാണ്. നെക്സ്റ്റ് ഈ ഒരു അനാലിസിസിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ബാർ ചാർട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ യൂണിറ്റ് വൈസ് അനാലിസിസ്, വെയിറ്റേജ് അനാലിസിസ്. അപ്പം ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല്ലേ, മിൽട്ടന്റെയും റൊമാൻറ്റിക് പോയട്രിയും ആണ് നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ യൂണിറ്റ് 17 to 29 ആണ്. 17, 19, 20 and 36 രണ്ട് ഈച്ച് യൂണിറ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. And Unit 27, focusing on romanticism and poets like Byron and Shelley. അതും frequently asked unit ആണ്. Each with 3 questions ആണ്. അതായത് യൂണിറ്റ് 24 നിന്നും യൂണിറ്റ് 29 നിന്നും യൂണിറ്റ് 27 നിന്നും 3 യൂണിറ്റിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ആൻഡ് യൂണിറ്റ് 19 and 20 ബോത്ത് റിലേറ്റഡ് ടു മിൽട്ടൺസ് വർക്ക് ആണ്. അതിനകത്തും പിന്നെ യൂണിറ്റ് 17 and 36 അത് ലേറ്റ് റിനൈസൻസ് ആൻഡ് വിക്ടോറിയൻ ഏജ് ടോപ്പിക്സ് കവർ ചെയ്യുന്ന യൂണിറ്റുകളാണ്. അപ്പം അതിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ അതർ യൂണിറ്റ്സ് യൂണിറ്റ് 31, 21, 28 കമ്പാരിറ്റീവ്ലി ലെസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഓൺലി 1 ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ് ഈ യൂണിറ്റുകളിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള യൂണിറ്റുകൾ മോർ ഫോക്കസ് കൊടുക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ്. ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ബാർ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും യൂണിറ്റ് 17 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 19 2 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 20 2 ക്വസ്റ്റ്യൻസ്, ദെൻ അതേപോലെ യൂണിറ്റ് 24 3 ക്വസ്റ്റ്യൻസ്, 27 3 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 29 3 ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് 36 2 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ ഇപ്പോൾ യൂണിറ്റ് 24 അതായത് ജോൺ ട്രൈഡന്റെ മാക്ഫ്ലെക്നോലാണ് പ്രൈമർ ഫോക്കസ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം അതിൽ നിന്നുമാണ് ഫ്രീക്വൻ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടുതൽ ആ ഒരു യൂണിറ്റിൽ നിന്നാണ്. ദെൻ യൂണിറ്റ് 29 വേർഡ്സ്വർത്തിന്റെ പ്രില്യൂഡിലും നമുക്ക് അത്ര തന്നെ ഫോക്കസ് കൊടുക്കേണ്ട ഒരു ഏരിയ ആണ്. ഇത് ഒരു റേഞ്ച് ഓഫ് ടോപ്പിക്, ഇപ്പം നേച്ചർ, ഇൻഡിവിജ്വലിസം, അതേപോലെ സ്റ്റൈലിസ്റ്റിക് അനാലിസിസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കിന്, ഒരുപാട് തീംസിന് ഈ ഒരു യൂണിറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം അതും നമ്മൾ മോർ ഫോക്കസ് കൊടുക്കേണ്ട ഒരു യൂണിറ്റ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന യൂണിറ്റ് 27 ആണ്. 3 ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. റൊമാൻറ്റിക് പോയറ്റ്സ് ലൈക്ക് ബൈറൺ ആൻഡ് ഷെല്ലിയുടെയും ബൈറന്റെയും വർക്ക്സ് ആണ്, പോയറ്റിക് വർക്ക്സ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാൻ. റൊമാൻറ്റിക് ഫീച്ചേഴ്സും റൊമാൻറ്റിക് ഏജിനെ കുറിച്ചുമാണ് ഈ ഒരു യൂണിറ്റ് ഡീൽ ചെയ്യുന്നത്. ദെൻ യൂണിറ്റ്സ് കൺസേണിങ് മിൽട്ടൺ യൂണിറ്റ് 19 20 ഒരു ബാലൻസ്ഡ് ഡിസ്ട്രിബ്യൂഷനുള്ള 2 യൂണിറ്റുകളാണ്. അതായത് മിൽട്ടന്റെ പ്രോസും അതേപോലെ തന്നെ ഏർലി വർക്ക്സും. യൂണിറ്റ് 19 നമുക്ക് മിൽട്ടന്റെ ഏർലി വർക്ക്സ് വരുന്നത്. അതേപോലെ മേജർ പോയിംസ് യൂണിറ്റ് 20 മിൽട്ടന്റെ മേജർ പോയിംസും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 യൂണിറ്റും നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ആൻഡ് നെക്സ്റ്റ് ഇസ് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ. മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഈ സർട്ടൻ ടോപ്പിക്സ് സറ്റയർ, നേച്ചർ, അങ്ങനെയുള്ള പോയട്രിയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിനാണ് കൂടുതൽ മാർക്ക്, അതാണ് കൂടുതൽ മാർക്കിന് എസ് സി ടൈപ്പ് ആയിട്ടൊക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സറ്റയർ എന്നുള്ള ജേണർ, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദി പോയട്രി, മിൽട്ടൺ ദ പോയട്രിയുടെ നേച്ചർ, അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയട്രിയുടെ നേച്ചർ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതൽ മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതേപോലെ ടോപ്പിക്സ് ലൈക്ക് പോയറ്റിക് ഇന്നോവേഷൻ, സ്റ്റൈലിസ്റ്റിക് അനാലിസിസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സ്ലൈറ്റ്ലി ലോവർ മാർക്സിനായിരിക്കും അത് ഇങ്ങനത്തെ പോയറ്റിക് ഇന്നോവേഷൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സ്പ്രെഡ് മാർക്സ് സജസ്റ്റ് ഡൈവേഴ്സ് എക്സാമിനേഷൻ പാറ്റേൺ വേർ എ റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഫ്രോം various units is tested, ensuring a broad coverage of the syllabus. അപ്പോൾ നമ്മുടെ ഹോൾ സിലബസ് കവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ള ഏരിയാസ് നമ്മൾ മോർ ഫോക്കസ് കൊടുക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസും മോർ ഫോക്കസ് ചെയ്ത് പഠിക്കാം. The next is repeated question analysis. റിക്കറിങ് ടോപ്പിക്സ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസും
യൂണിറ്റുകളുമാണ്. സോ സറ്റയർ ജേണലിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് 24-ലാണ്. ഒരു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറോളം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു ഏരിയ ആണ് സറ്റയർ യൂണിറ്റ് 24 ജോൺ ഡ്രൈഡൻ്റെ മാക് ഫ്ലെക്നോ എന്നുള്ള പാർട്ട്. ദെൻ ഈ ഒരു പാർട്ടിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സെറ്റാറിക്കൽ എലമെന്റ്സ് ഇൻ നിയോ ക്ലാസിക്കൽ പോയട്രി. നിയോ ക്ലാസിക്കൽ പോയട്രി എന്താണെന്നുള്ളതും നിയോ ക്ലാസിക്കൽ പോയട്രിയുടെ സവിശേഷതകൾ, അതേപോലെ തന്നെ അതിനകത്ത് സെറ്റാറിക്കൽ എലമെന്റ്സ് എങ്ങനെ വരുന്നു, എങ്ങനെയാണ് നമ്മൾ സെറ്റാറിക്കൽ എലമെന്റ്സ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന റൊമാൻറ്റിക് ഫീച്ചേഴ്സ് ആണ്. അതായത് യൂണിറ്റ് 27 കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇതും 2 പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 2 പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റൊമാൻറ്റിക് പോയറ്റ്സിനെ കുറിച്ചിട്ട്, അതായത് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, റൈറ്റിംഗ് സ്റ്റൈൽസ്, അവരുടെ തീംസ്, അവർ ഫോക്കസ് ചെയ്യുന്ന തീംസ്, ടോപ്പിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരാം. ദെൻ ലേറ്റ് റിനൈസൻസ് ഇൻഫ്ലുവൻസ് യൂണിറ്റ് 17 വരുന്ന ടോപ്പിക്കാണ് ലേറ്റ് റിനൈസൻസ് ഇൻഫ്ലുവൻസ്. ഇതിൽ നമ്മൾ കവർ ചെയ്യേണ്ടത് എന്താണ്, ലേറ്റ് റിനൈസൻസ് പോയറ്റ്സ്, മിൽട്ടൺ, അതേപോലെ മിൽട്ടൻ്റെ വർക്ക്സ്, ആ ഒരു പർട്ടിക്കുലർ റിനൈസൻസ് പോയറ്റ്സിൻ്റെ ഇൻട്രസ്റ്റ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ഫോക്കസ് ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ പാറ്റേൺ ഓഫ് ഒക്കറൻസ്. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടോപ്പിക്സും അവരുടെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നുമാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളത്. ബ്രോഡ് തെമാറ്റിക് റെലവൻസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസും കൊടുക്കുന്നത്. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഡിസ്കഷൻസ്, ക്രിട്ടിക്കൽ അനാലിസിസ്, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നൊക്കെ, ഈ ഒരു 3 യൂണിറ്റിൽ നിന്നും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ എക്സാംസ്. അപ്പം ഇത്രയും നമ്മൾ അനലൈസ് ചെയ്തതിൽ നിന്നും നമുക്ക് ഫ്രീക്വൻസി ആൻഡ് ബ്രോഡ് സ്കോപ്പ് ദേ കവർ, ആ ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ ചോദിക്കാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ലൈക്ക് സറ്റയർ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ സറ്റയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക്സും ആ ഒരു ഏജസിനെയും ഒക്കെ നമ്മൾ പഠിക്കുക. ദെൻ റൊമാൻറ്റിക് ഫീച്ചേഴ്സും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. റൊമാൻറ്റിക് പോയട്രി, റൊമാൻറ്റിക് പോയറ്റ്സ്, റൊമാൻറ്റിക് പോയട്രിയുടെ ഇൻഫ്ലുവൻസസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രസൻറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുക. ദെൻ ലേറ്റ് റിനൈസൻസ് ഇൻഫ്ലുവൻസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്, ഈ റിനൈസൻസിൻ്റെ ഇൻഫ്ലുവൻസ് എങ്ങനെ പോയട്രിയിലേക്ക് വരുന്നു, ആൻഡ് ഹൗ ഡസ് ഇറ്റ് മേക്ക് എ ചേഞ്ചസ് ഇൻ പോയട്രി, അണ്ടർസ്റ്റാൻഡിങ്ങിൽ എങ്ങനെ ഒരു ചേഞ്ച് വരുന്നു, അതേപോലെ അതിൻ്റെ പോയട്രിയുടെ ഒരു റീഡിങ്ങിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. ദെൻ പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ്. ഇതിനകത്ത് നമ്മൾ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, പ്രഡിക്റ്റീവ് ഏരിയാസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So yeah, late Renaissance influence, highest probability of appearing on late Renaissance influence in poetry, അല്ലെങ്കിൽ late Renaissance influenced poetry ഏതൊക്കെയാണ്, റിനൈസൻസ് പോയട്രീനെ കുറിച്ചും പോയറ്റ്സിനെ കുറിച്ചുമുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ റൊമാൻറ്റിക് ഫീച്ചേഴ്സ്, അതും എന്തായാലും വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റൊമാൻറ്റിക് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്, ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Then several topics such as on the morning of Christ's nativity, Victorian literary themes and Victorian views on religion. Then comprehensive note to learners. നമ്മുടെ കീ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ലേറ്റ് റിനൈസൻസ് ഇൻഫ്ലുവൻസ് ആണ്. ബിക്കോസ് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് നോക്കുമ്പം ഈ ലേറ്റ് റിനൈസൻസ് ഇൻഫ്ലുവൻസ് ഓൺ പോയട്രി എന്നുള്ളതിൽ നിന്നും, ആ ഒരു പോർഷനിൽ നിന്നും, ആ ഒരു ഏരിയയിൽ നിന്നും നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ പ്രൈമറി ഫോക്കസ് എപ്പോഴും ഈ ഒരു ലേറ്റ് റിനൈസൻസ് ഇൻഫ്ലുവൻസിലേക്ക് കൊടുക്കുക. കവറേജ്, അതേപോലെ തന്നെ റെക്കമെൻഡേഷൻ വരുന്നത് നമ്മുടെ റിവ്യൂ മിൽട്ടൺസ് വർക്കാണ്. മിൽട്ടൻ്റെ വർക്ക്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. Then late Renaissance period on poetry നമ്മൾ ഫോക്കസ് കവർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. ദെൻ മിൽട്ടൻ്റെ വർക്ക്സ് തന്നെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് രണ്ടാമത് വരുന്നത് റൊമാൻറ്റിക് ഫീച്ചേഴ്സ് ആണ്. റൊമാൻറ്റിക് ഫീച്ചേഴ്സ് ബൈറൺ ആൻഡ് ഷെല്ലിയുടെ വർക്ക്സും അവരുടെ ഏജ്, അവരുടെ പീരിയഡ്, അവരുടെ റൈറ്റിംഗ് സ്റ്റൈല്, യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തീംസ്, ഇൻഫ്ലുവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി വയ്ക്കാം.
ദെൻ വിക്ടോറിയൻ തീംസും വിക്ടോറിയൻ ഇറയെ കുറിച്ച് വിക്ടോറിയൻ ഏജിൻ്റെ ഒരു ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വിക്ടോറിയൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, റിലീജിയസ് കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു, പിന്നെ പോയട്രീനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആയാലും റിലീജിയസ് കോണ്ടെക്സ്റ്റ് ആയാലും എങ്ങനെ പോയട്രീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. റോബർട്ട് ബ്രൗണിങ്ങിൻ്റെയും റോസറ്റിയുടെയും വർക്ക്സ് ആണ് നമ്മൾ പ്രൈമറി ഫോക്കസ് കൊടുക്കേണ്ടത്. ദെൻ അഡീഷണൽ ടോപ്പിക്സ് ടു കൺസിഡർ. അഡീഷണൽ ടോപ്പിക്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ലീസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പോയറ്റിക് ഫോംസ് ആൻഡ് ടെക്നിക്സ്. നമ്മൾ ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ അനാലിസിസ് ഒക്കെ എഴുതുമ്പം ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് സറ്റയർ, പോയട്രി, അതേപോലെ തന്നെ പോയറ്റിക് ഫോംസ് ഒക്കെ മോർ ഫോക്കസ് കൊടുക്കുക. ദെൻ സ്പെസിഫിക് പോംസ് ആൻഡ് പോയറ്റ്സ് വരുന്നത് ലിസിഡസ്, അതേപോലെ തന്നെ ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി. Then study tips based on identified trends. Prioritize by weightage. നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ള, കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് മോർ ഫോക്കസ് കൊടുക്കുക. പ്രൈമറി ഫോക്കസ് ആ ഒരു പർട്ടിക്കുലർ ഏരിയ തന്നെ കൊടുക്കുക. അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ദെൻ ട്രെൻഡ് അനാലിസിസ് വരുന്നത് റീസെൻ്റ് ആയിട്ട് നമുക്ക് 22-23 സെഷനിൽ കഴിഞ്ഞു പോയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ചെയ്ത് തന്നെ പഠിക്കുക. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസ് കൂടുതൽ മാർക്കിന്, ഇപ്പോൾ 10 മാർക്സിന് അല്ലെങ്കിൽ 15 മാർക്സിന് അല്ലെങ്കിൽ 20 മാർക്സ് എസ്സേക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോർ ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏരിയനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ആൻഡ് പ്രാക്ടീസ് കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ്. നമുക്ക് എപ്പോഴും അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് ടെക്സ്റ്റുവൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഓരോ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ കഴിയുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റുവൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ടാകും. അപ്പം അതിനെ ഒക്കെ ആൻസർ ചെയ്തിട്ട് പഠിക്കുക. പോയമാണെന്നുണ്ടെങ്കിൽ പോയത്തിനെ അനലൈസ് ചെയ്യാനും സറ്റയറൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യുക, എഴുതി തന്നെ പഠിക്കാം. ആൻഡ് റിവൈസ് ക്രിട്ടിക്കലി. എൻഗേജ് വിത്ത് ക്രിട്ടിക്കൽ എസ്സീസ് അനാലിസിസ് ഓൺ മേജർ പോയിന്റ്സ്. നമ്മളിപ്പോൾ അസൈൻമെന്റ് എഴുതുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് ക്രിട്ടിക്കൽ എസ്സീസും അനാലിസിസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റിവൈസ് ചെയ്യുക. ക്രിട്ടിക്കലി നമ്മൾ എങ്ങനെ ഒരു പോയത്തിനെ നമ്മൾ അനലൈസ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ആൻസർ ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു പോയട്രീനെ നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കണം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആ പോയറ്റിനെ കുറിച്ചും പോയത്തിന്റെ കണ്ടന്റിനെ കുറിച്ചും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയണം. ദെൻ ബോഡി ഓഫ് ദ പാരഗ്രാഫിൽ നമ്മൾ എന്താണ് ക്രിട്ടിക്കലി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ അതിൻ്റെ ഫോംസിനെ, സ്ട്രക്ചറിനെ, ലാംഗ്വേജിനെ, ഇമേജറീസിനെ, ഫിഗർ ഓഫ് സ്പീച്ചസിനെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അതിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കണ്ടന്റ് തയ്യാറാക്കാനായിട്ട്. ദെൻ കൺക്ലൂഷൻ കൊടുക്കണം. കൺക്ലൂഷനോട് കൂടിയാണ് നമ്മുടെ എസ്സേ എൻഡ് ചെയ്യേണ്ടത്. അപ്പം അത്തരം കാര്യങ്ങൾ ഓരോ പോയട്രിയും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ കണ്ടന്റിനെയും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കാം. And final note, remember, while it is crucial to focus on high probability areas, a well-rounded understanding of the entire syllabus will best prepare you for any unexpected questions. We recommend balanced preparation with an emphasis on areas. അപ്പോൾ നമ്മൾ പ്രൈമറി ഫോക്കസ്, പ്രൈമറി മാർക്കിനുള്ള കാര്യങ്ങൾ, പ്രൈമറി ആയിട്ട് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ഫോക്കസ് ചെയ്യുമ്പോഴും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ ബാക്കിയുള്ള ഏരിയാസ് വിട്ടുപോകുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എല്ലാ ഏരിയയിലും ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു തന്നെ പോകണം. കൂടുതൽ ഫോക്കസ് ചോദിച്ചു കണ്ടിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയാസിനെയും ഫോക്കസ് ചെയ്യുക എന്ന് മാത്രം. ബാക്കിയുള്ള യൂണിറ്റ്സും ബ്ലോക്കുകളും നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. ബിക്കോസ് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ആൻസർ ദാറ്റ് ടു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ബ്ലോക്കുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ആൻഡ് മോർ ഫോക്കസ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസിന് കൊടുക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സെഷൻ എൻഡ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറോട് കൂടി ആയിരിക്കും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിൽ നിന്നും ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് നമുക്ക് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ബ്യൂട്ടി, ദാറ്റ് ഈസ് ഓൾ.
ye know on earth and all ye need to know. സോ പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വരികൾ തന്നിട്ട്, പോയത്തിലെ വരികൾ തന്നിട്ട് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എഴുതാനായിട്ട്, അല്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ, ലൈൻസിനെ കമൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമുക്ക് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഫസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടി ഈസ് ട്രൂത്ത് ബ്യൂട്ടി, ദാറ്റ് ഈസ് ഓൾ യേ നോ ഓൺ എർത്ത് ആൻഡ് ഓൾ യേ നീഡ് ടു നോ. ഇത് നമുക്ക് ജോൺ കീറ്റ്സിൻ്റെ ഓഡ് ഓൺ എ ക്രീഷൻ ഓൺ എന്നുള്ള പോയത്തിലെ വരികളാണ്. അപ്പം അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത് എഴുതുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയ ഏതാണെന്നുള്ളതും പോയറ്റ് ഏതാണെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ട് കോണ്ടെക്സ്റ്റ് മെൻഷൻ ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ വരുന്നത് നോ മാൻ ഈസ് ആൻ ഐലൻഡ് എൻറ്റയർ ഓഫ് ഇറ്റ് സെൽഫ് എവ്രി മാൻ ഈസ് എ പീസ് ഓഫ് ദി കോണ്ടിനെന്റ്. ഇത് ജോൺ ഡോൺ ദ നോ മാൻ ഈസ് ആൻ ഐലൻഡ് എന്ന പോയത്തിലെ വരികളാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ദേ ഓൾസോ സെർവ് ഹൂ ഓൺലി സ്റ്റാൻഡ് ആൻഡ് വെയിറ്റ്. ഇത് ജോൺ മിൽട്ടന്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് പോയത്തിലെ വരികളാണ്. ദെൻ നെക്സ്റ്റ് ദി ഫോർത്ത് ഓപ്ഷൻ വരുന്നത് ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദി നൈറ്റ് വാട്ട് ഇമോർട്ടൽ ഹാൻഡ് ഓർ ഐ കുഡ് ഫ്രെയിം ദൈ ഫിയർഫുൾ സിമെട്രി. വില്യം ബ്ലേക്കിൻ്റെ ദ ടൈഗർ, ഫേമസ് പോയായിട്ടുള്ള ദ ടൈഗർ എന്നുള്ള പോയത്തിലെ വരികളാണ് നാലാമത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയ ഏതാണെന്നുള്ളതും പോയറ്റ് ആരാന്നുള്ളതും മെൻഷൻ ചെയ്തതിന് ശേഷം കോണ്ടെക്സ്റ്റ്, പോയത്തിലെ കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത്, വരികൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആൻസർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ചൂസ് എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഫോളോയിങ്. ഇത് നമുക്ക് 10 to 15 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് സെക്ഷൻ ബിയിൽ വരുന്നത് ഡിസ്കസ് എ റോൾ ഓഫ് നേച്ചർ ഇൻ റൊമാൻറ്റിക് പോയട്രി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ് വർക്ക്. വേർഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും വർക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് റൊമാൻറ്റിക് പോയട്രിയുടെ സ്പെഷ്യാലിറ്റി, റൊമാൻറ്റിക് പോയട്രിയുടെ ഇൻഫ്ലുവൻസസ്, തീംസ് എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്, ലാംഗ്വേജ് എങ്ങനെയാണ് വരുന്നത്, പിന്നെന്താ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെ സബ്ജക്റ്റ് മാറ്റർ ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വേർഡ്സ്വർത്തിൻ്റെയും കോൾറിഡ്ജിൻ്റെയും പോയട്രി എക്സാമ്പിൾ ആക്കി വെച്ചുകൊണ്ട് അതിനെ സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാം. Then examine the influence of the late Renaissance on John Milton's Lycidas and on the morning of Christ's nativity. ജോൺ മിൽട്ടന്റെ ലെസിഡസും ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റിയും 2 പോയം വെച്ചിട്ട് ലേറ്റ് റിനൈസൻസ് എങ്ങനെയാണ് ഈ വർക്കിനെ, മിൽട്ടന്റെ വർക്ക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് നമ്മൾ റീഡേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുക. അതായത് റിനൈസൻസ് പീരിയഡിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്തായിരുന്നു, സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ലിസിഡസും ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വരുന്ന ഏരിയാസ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത് സ്റ്റേറ്റ് ചെയ്യാം. ദെൻ ക്രിട്ടിക്കലി അനലൈസ് ദി യൂസ് ഓഫ് സെറ്റയർ ഇൻ അലക്സാണ്ടർ പോപ്സ് ദ റേപ്പ് ഓഫ് ലോക്ക്. ദ റേപ്പ് ഓഫ് ലോക്ക് ഒരു സെറ്റയറിക്കൽ വർക്കാണ് എന്ന് നമ്മൾ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം. അപ്പോൾ സറ്റയറിക്കൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാലോ. കോമിക് എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം റീഡ് ചെയ്യുന്ന സമയത്ത് കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അതിനെന്താ കാര്യം തമാശയിലൂടെ പറയുന്ന രീതിയാണ് സറ്റയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിമർശിക്കുന്ന രീതിയാണ് സറ്റയർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നമുക്ക് റേപ്പ് ഓഫ് ലോക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സാമ്പിൾസ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് സറ്റാരിക്കൽ എലമെന്റ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാം. The next one will provide a detailed analysis of the metaphysical conceits employed in John Donne's valediction forbidding mourning. മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്, മെറ്റാഫിസിക്കൽ എലമെന്റ്സ് എന്തൊക്കെയാണ് ഈ വാലഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗിൽ നമുക്ക് എന്തൊക്കെ എലമെന്റ്സ് ആണ് മെറ്റാഫിസിക്കലായിട്ട് കാണാൻ പറ്റുക, മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഇതൊരു മെറ്റാഫിസിക്കൽ പോയട്രി ആണെന്നുള്ളത് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഈ ഒരു ജോൺ ഡോണിന്റെ പോയട്രിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. The next is discuss a Victorian preoccupation with death and decay as reflected in Tennyson's In Memoriam. ഇൻ മെമ്മോറിയത്തിൽ ഡെത്ത് ആൻഡ് ഡീക്കേ ആണ് പ്രൈമറി ഫോക്കസ് തീമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു വിക്ടോറിയൻ ഏജിലെ ഇൻഫ്ലുവൻസ്, വിക്ടോറിയൻ പീരിയഡിലെ ഇൻഫ്ലുവൻസിനെയാണ് ഈ ഒരു ഡെത്ത് ആൻഡ് ഡീക്കേ തീം മുന്നോട്ട് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു വിക്ടോറിയൻ ഏജിനെ കുറിച്ചിട്ടും ഈ ഒരു ഡെത്ത് ആൻഡ് ഡീക്കേ തീമിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇൻ മെമ്മോറിയം എന്നുള്ള പോയട്രിയിൽ അത് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത് എക്സാമ്പിൾസും കൊടുക്കുക, ഏതൊക്കെ ലൈൻസിലാണ് നമുക്ക്
സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എക്സാമ്പിൾസും കൊടുക്കാം. നെക്സ്റ്റ് വരുന്നത് ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ തീംസ് ഇൻ ദ പോയട്രി ഓഫ് ജോർജ് ഹെർബർട്ട് വിത്ത് എ ഫോക്കസ് ഓൺ ദി കോളർ ആൻഡ് ദി പുള്ളി. ദ കോളർ ആൻഡ് പുള്ളിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഹെർബർട്ടിൻ്റെ രണ്ട് പോയട്രീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റിലീജിയസ് ഇമ്പാക്റ്റും ഫിലോസഫിക്കൽ തീംസും ഒരു പർട്ടിക്കുലർ പോയട്രിയിൽ എങ്ങനെയാണ് റിലീജിയസ് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ റിലീജിയസ് ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതിന് എക്സാമ്പിൾസ് പോയട്രിയിൽ നിന്ന് കൊടുത്തിട്ട് സ്റ്റേറ്റ് ചെയ്യാം. The next is analyze the structure and thematic depth of T.S. Eliot's A Wasteland. What makes this work a cornerstone of modernist poetry? എലിയറ്റിന്റെ വേസ്റ്റ്ലാൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് സ്ട്രക്ചർ ആൻഡ് തിമാറ്റിക് പ്രസന്റേഷനെ കുറിച്ചിട്ട് എഴുതുന്നത്. വേസ്റ്റ്ലാൻഡിന്റെ സ്ട്രക്ചർ, റൈറ്റിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്, തീംസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള തീംസ്, അതിന്റെ ഇൻഡെപ്ത് മീനിങ്ങും ഇൻഡെപ്ത് കൺസേൺസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ വേസ്റ്റ്ലാൻഡ് എന്നുള്ള വർക്ക് എങ്ങനെയാണ് മോഡേണിസ്റ്റ് പോയട്രിയുടെ കോർണർ സ്റ്റോൺ ആയിട്ടുള്ളത്, അത് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ ആൻഡ് തിമാറ്റിക് റെപ്രസെൻറ്റേഷൻ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് ആയി. പിന്നെ എക്സാമ്പിൾസും കൂടി കൊടുത്തിട്ട് ആൻസർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ബ്രിട്ടീഷ് പോയട്രി MAG01 ബ്രിട്ടീഷ് പോയട്രി എന്നുള്ള പേപ്പർ എല്ലാവരും വെയിറ്റേജ് അനാലിസിസ് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ നമുക്ക് സ്റ്റുഡൻസിന് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെക്ക് ചെയ്യുക, ആൻസർ ചെയ്യുക, ആൻസേഴ്സ് ഒക്കെ നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. താങ്ക് യു. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 2.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 2.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലേൺവൈസിൽ ജോയിൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുമായിട്ട് വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട്. 7592939616. ഞാൻ നമ്പർ ഒന്നുകൂടി വായിക്കാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 7592939616. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു.